മധ്യപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ജന്തർ മന്ദറിൽ സത്യഗ്രഹം സംഘടിപ്പിക്കും. വിനിത വിജി ഒരുങ്ങുമ്പോൾ ചേരുന്നു. വിനിത, വിജയപ്രഖ്യാപനം ഡിക്ലറേഷൻ തടയണമെന്ന് ആവശ്യപ്പെട്ടത് സുപ്രീം കോടതി കേട്ടില്ല. അതേസമയം തന്നെ പരിഗണിക്കാൻ പോകുന്നു. പരിഗണിച്ചിനി മീനാക്ഷി നടരാജൻ അനുകൂലമാണ് വിധിയെങ്കിൽ പിന്നെ എങ്ങനെയാണ് പ്രഖ്യാപിച്ച് വിജയത്തെ അസാധുവാക്കുക എന്ന ചോദ്യം അപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായ കാര്യം അതിന് ഏത് രീതിയിൽ സമരമാർഗത്തിൽ നേരിടാനാണ് കോൺഗ്രസിന്റെ ആലോചന? എന്താണ് പ്ലാൻ, വിനീത? ഹാഷ്മി, ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് ജന്തർ മന്ദറിലേക്കടക്കം കോൺഗ്രസിന്റെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ മീനാക്ഷി നടരാജന്റെ ഇന്ന് അവർ മാധ്യമങ്ങളെ കൂടി കാണുന്നുണ്ട്. ഇന്ന് രാവിലെ 11:30 മീനാക്ഷി നടരാജൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആസ്ഥാനത്ത് വെച്ചായിരിക്കും മാധ്യമങ്ങളെ കാണുക. അതിനുശേഷം മറ്റ് തുടർ പ്രതിഷേധ പരിപാടികൾ കൂടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇന്നലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വോട്ട് ചോരിക്ക് ശേഷം BJP സീറ്റ് ചോരിയുമായി മുന്നോട്ട് പോകുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം അത്തരമുള്ള പരാമർശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമപരമായും രാഷ്ട്രീയപരമായും മീനാക്ഷി നടരാജന്റെ ഈ നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവത്തെ നേരിടുമെന്നൊക്കെ കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മധ്യപ്രദേശിൽ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ 3 BJP സ്ഥാനാർത്ഥികളെയും വിജയികളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് ഈ ഘട്ടത്തിൽ നീങ്ങുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. അത്തരം പ്രതിഷേധ പരിപാടികൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാവിലെ 11:30 മീനാക്ഷി നടരാജൻ ഇന്ന് മാധ്യമങ്ങളെ കാണും. അതിനുശേഷമായിരിക്കും തുടർ പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ തുടർ നീക്കങ്ങളൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് പോവുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഒപ്പം തന്നെ ഇവർ നൽകിയിരിക്കുന്ന ഹർജി അത് ഇന്ന് കോടതി പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.